അപകടമറിഞ്ഞുകൊണ്ട് നിരവധിയായ ആളുകളാണ് ഈ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഈ കുടമാറ്റത്തിനൊപ്പം വളരെയധികം പ്രിയപ്പെട്ട ഒന്നാണ് ഈ വെടിക്കെട്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഈ വെടിക്കെട്ട് നടത്താറുള്ളത്. അത് ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഈ വളരെ രഹസ്യ സ്വഭാവമാണ് വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്ന കാര്യത്തിലും ഉള്ളത്. അത്തരത്തിൽ ഒരു നിർമ്മാണശാലയാണ് ഇത് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം നേരത്തെ വെടിക്കെട്ട് അപകടം പുറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായതിനു ശേഷം ഈ വെടിക്കെട്ട് അല്ലെങ്കിൽ വെടിക്കോപ്പ് സാധനങ്ങളുടെ ശബ്ദത്തിൻ്റെ കാര്യത്തിലും ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വെടിമരുന്നുകളുടെ കാര്യത്തിലുമൊക്കെ ചില നിയന്ത്രണങ്ങളും നിബന്ധനകളുമൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി കർശന നിർദ്ദേശത്തോടു കൂടിയാണ് വെടിക്കെട്ട് സാധന സാമഗ്രികൾ സാധാരണ നിർമ്മിക്കുന്ന പതിവുമുള്ളത്. അത്തരത്തിലുള്ള നിബന്ധനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് തന്നെയാണ് താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ഇവിടുത്തെ വെടിക്കെട്ട് നിർമ്മാണം പുരോഗമിച്ചു വന്നിരുന്നത് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. 6 ഇടങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ വെടിക്കോപ്പുകൾ നിർമ്മിച്ചിരുന്നത്. ആ വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ തന്നെ നേരത്തെ എത്തിയിരുന്നു. പക്ഷേ ഇതിനകത്ത് ഒരു ആളുകളിലിടയിൽ ഇപ്പോഴും ഒരു ചെറിയ തരത്തിലുള്ള സന്ദേഹമുള്ളത് അല്ലെങ്കിൽ ഒരു സംശയം നിലനിൽക്കുന്നത് ഈ സാധാരണഗതിയിൽ മലയാളികളാണ് ഈ വെടിക്കോപ്പുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഈ പുരയിൽ ജോലി ചെയ്യുന്ന പതിവുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ ഏതാനും ചില തൊഴിലാളികൾ കൂടി ഈ വെടിക്കോപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹായികളായി ഇവിടെ എത്തിയിരുന്നു എന്നുള്ള വിവരം കൂടിയുണ്ട്. പക്ഷേ ഇവർ ആരൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല. നമ്മൾ കണ്ടതാണ് ആദ്യം ഈ അപകടം ഉണ്ടായതിനു ശേഷം രക്ഷാപ്രവർത്തകർ ആദ്യം എത്തിയതിന് ശേഷം ഈ പാടത്തിൻ്റെ പല സ്ഥലങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന ശരീരാവശിഷ്ടങ്ങളൊക്കെ വാരി സ്ട്രക്ചറിലേക്ക് മാറ്റി അവർ കൊണ്ടുപോകുന്നൊരു കാഴ്ച കണ്ടു. അതിന് തൊട്ട് പിന്നാലെ ഗുരുതരമായി പരിക്ക് പറ്റിയവരെ ആശുപത്രികളിലേക്ക് മാറ്റി. ഏകദേശം 1 മണിക്കൂറിലധികം സമയമെടുത്തതിന് ശേഷമാണ് തീ ഒന്ന് ശമിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ തീയുടെ ആളിക്കത്തുന്ന ഒരു സ്വഭാവം ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് മാത്രമാണ് രക്ഷാപ്രവർത്തകർക്ക് ആ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. കാരണം ഇത് വലിയ അപകടകരമായ ഒരു സാധനമാണ്. ഏതു നിമിഷവും എപ്പോഴും പൊട്ടിത്തെറി ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ഈ തീപിടിച്ച വെടിക്കോപ്പുകൾ ചിതറിക്കിടക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സൂചനയുമില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം രക്ഷാപ്രവർത്തകർക്ക് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ. അങ്ങനെ വളരെ ശ്രദ്ധിച്ചാണ് രക്ഷാപ്രവർത്തകർ ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ ആ ഭാഗത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ ഒരു കാര്യം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ഈ അവിടെയെല്ലാം തന്നെ പൂർണ്ണമായും തകർന്നെങ്കിൽ തന്നെയും, അതായത് വെടിക്കെട്ട് സാധനങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്തിൻ്റെ വെടിപ്പുരകളെല്ലാം തന്നെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ്. അതൊക്കെ തകർന്നു പോയി എങ്കിൽ തന്നെയും അതിനകത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ അല്ലെങ്കിൽ പരിക്ക് പറ്റിയവർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഏകദേശം 20ലധികം പേരെ ഇവിടെ നിന്നും ആശുപത്രികളിലേക്ക് മാറ്റി എന്നുള്ള ഒരു വിവരം കൂടി വ്യക്തമാകുന്നുണ്ട്. കാരണം ഈ തീപ്പൊള്ളലായതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി വേണം ഇതുമായി ബന്ധപ്പെട്ട ചികിത്സകൾ നൽകേണ്ടത്. അതിനായുള്ള സംവിധാനങ്ങൾ തൃശ്ശൂർ നഗരത്തിലെ വിവിധ ആശുപത്രികളിൽ സജ്ജമാക്കിയിരിക്കുന്നു. ആദ്യം പരിക്കേൽക്കുന്നവരെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ഗുരുതരമായി പരിക്കേൽക്കുന്നവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ്. തൊട്ട് പിന്നാലെ സാരമല്ലാത്ത പരിക്കേൽക്കുന്നവരെ നഗരത്തിലെ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. നഗരത്തിലെ ആശുപത്രികളിലൊക്കെ തന്നെ അടിയന്തരമായി ഈ വേഗത്തിൽ ചികിത്സ നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ ഡോക്ടർമാരെ ആശുപത്രികളിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ആംബുലൻസുകൾ ഈ അപകടമുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചു വരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ച് വരുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ 6 മരണങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ 6 മരണങ്ങൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ വിവരങ്ങളോ ഒന്നും തന്നെ ലഭ്യമല്ല. കാരണം ഈ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. പക്ഷേ തൃശ്ശൂരിനും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകൾ തന്നെയാണ് കൂടുതലും അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. കാരണം ഇതിന് നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നത് ആ നാട്ടുകാരായ ആളുകൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ അപകടത്തിൽപ്പെട്ടവരെക്കുറിച്ച് വ്യക്തമായൊരു വിവരം കിട്ടും. പക്ഷേ ഇതര സംസ്ഥാനക്കാരായ ആളുകൾ അവിടെ എത്തിയിരുന്നു. അവർ ആരൊക്കെയാണ് അല്ലെങ്കിൽ എവിടെ എന്ന് എത്തി എന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് വിവരമില്ല. പക്ഷേ ഇതിൻ്റെ കരാറുകാരൻ സതീഷ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരെ ആദ്യം ആശുപത്രിയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത് ഈ
സതീഷ് എന്ന് പറയുന്ന കരാറുകാരനെയാണ്. ഇവർ രണ്ടുപേർ ചേർന്നാണ് ഈ വെടിക്കോപ്പുകൾ നിർമ്മിച്ച് വെടിക്കെട്ടിന് വേണ്ടിയുള്ള കരാർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ പരിചയമുള്ള ആളാണ്. 10-25 വർഷമായിട്ട് ഈ ദേവസ്വങ്ങൾക്ക് വേണ്ടി വെടിക്കെട്ട് തയ്യാറാക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള ഒരു പ്രശ്നമായി ഇതിനെ കാണുന്നില്ല. പക്ഷേ ഈ വലിയ തരത്തിലുള്ള ചൂട് കൂടിയതാവാം അപകടത്തിന് കാരണം എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. എന്തായാലും അപകടം വലുതാണ്, ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം വലിയ തോതിൽ പുരോഗമിച്ചു വരുന്നത്. രക്ഷാപ്രവർത്തകർ ഇപ്പോൾ ഈ തീ പിടിച്ച വെടിപ്പുരയ്ക്ക് സമീപത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വളരെ വേഗത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം ചെയ്യാനാകില്ല. കാരണം ഏത് നിമിഷവും അവിടെ ഈ തീ പിടിക്കാതെ കിടക്കുന്ന ബോംബിൻ്റെ സാഹചര്യത്തിലുള്ള അതുപോലുള്ള വെടിക്കോപ്പുണ്ട്. കാരണം വലിയ പ്രഹരശേഷി ഉള്ളതാണ്. ചിലതൊക്കെ നിറത്തോടു കൂടി വളരെ ഉയരത്തിലേക്ക് പൊങ്ങി പൊട്ടിത്തെറിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ അവ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള അപകടങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തകർക്ക് അതിനുള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. ഇപ്പോൾ ഒരു സംഘം രക്ഷാപ്രവർത്തകർ അതിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടേക്ക് അവർ വെള്ളം ചീറ്റി തീ കെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഇതിനിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല.